വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് കമ്മിങ് സൂൺ പ്രൊമോയിൽ വിഷ്ണു പറഞ്ഞതനുസരിച്ച് വാടക വീട്ടിലേക്ക് താമസം മാറാം എന്നുള്ളത് ശാലിനി സമ്മതിക്കുന്നുണ്ടല്ലോ. അതനുസരിച്ചാണെങ്കിൽ ശാലിനിയും തൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ സത്യമോളോട് പറയുന്നില്ല എന്ന് തോന്നുന്നു. ശാലിനി തൻ്റെ ഡ്രസ്സും എല്ലാം ഒക്കെ പാക്ക് ചെയ്ത് വന്ന് വിഷ്ണു വരുന്നത് നോക്കി പിറ്റേന്ന് വരുമെന്നാണല്ലോ പറഞ്ഞത്. അതനുസരിച്ച് പിന്നെ കുടുംബശ്രീ വീടിൻ്റെ ഉമ്മറത്താണെങ്കിൽ ശാലിനി ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. ബാഗ് അവിടെ സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. അന്നേരം ശാലിനി മനസ്സിലിങ്ങനെ പറയുകയാണ്, എല്ലാ പ്രശ്നങ്ങളും ഇന്ന് ഇതോടുകൂടി അവസാനിക്കണം എന്നിങ്ങനെ വിചാരിച്ച് വിഷ്ണുവിനോടൊപ്പം പോകാമെന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് ശാലിനി നിൽക്കുന്നത്. തുടർന്ന് ശാരദാമ്മയും സോപാനത്തിലേക്ക് വന്നിരിക്കുന്നുണ്ട്, വിഷ്ണു വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട്. പക്ഷെ അന്നേരം സത്യമോളെ കാണിക്കുന്നില്ല. അന്നേരം ഇനി ഒരു ശക്തിക്കും നിങ്ങളെ പിരിക്കാനായിട്ട് സാധിക്കില്ലടി എന്നിങ്ങനെ ശാരദാമ്മയാണ് ശാലിനിയോട് പറയുന്നുണ്ട്. ശാരദാമ്മ അവിടെ ഇരിക്കുകയും ശാലിനിയാണെങ്കിൽ മുറ്റത്തിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്, എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട്. ഇത് കഴിഞ്ഞ് സത്യഭാമ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെയാണ് ശാലിനി ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നത്. ഇതേ സമയമാണെങ്കിൽ അവിടെ വിഷ്ണു ആണെങ്കിൽ തൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഡിയായിട്ട് സാധാ വേഷത്തിൽ വിഷ്ണു ഇങ്ങനെ ഇറങ്ങാനുള്ളൊരു തയ്യാറെടുപ്പ് വരുമ്പോൾ വിഷ്ണു ആലോചിക്കുകയാണ്, പക്ഷേ വീട്ടിൽ നിന്നും അമ്മയോട് ശാലിനിയോടൊപ്പം താമസിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അമ്മ എന്തായാലും വിടില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് വിഷ്ണു അവിടെ ഒരു പിന്നെ ടി വിയിൽ കാണുന്നതാണെന്ന് തോന്നുന്നു. ഒരു സന്യാസിയുടെ ആ ഒരു സീൻ കാണുമ്പോൾ വിഷ്ണു അത് മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. താനും ഒരു സന്യാസിയായിട്ട് ഇനിയുള്ള ബാക്കി ജീവിതം നയിക്കാൻ പോവുകയാണ് എന്ന് അമ്മയോട് പറഞ്ഞിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങി പോകാമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ വിഷ്ണു അവിടെയാണെങ്കിൽ കാവി ഡ്രസ്സൊക്കെ ധരിച്ചിട്ടുണ്ട്, ജുബ്ബയും അതേപോലെ കാവി കയ്യിലേക്ക് എടുത്തുകൊണ്ട് സാധാ സന്യാസി പോലെ ഇറങ്ങി വരുന്നുണ്ട് ബാഗൊക്കെ ആയിട്ട്. തുടർന്നാണെങ്കിൽ ഇനി ഇവിടെ നിന്ന് തൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് താനിങ്ങനെ തീർത്ഥാടനത്തിന് എന്നോളം പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇറങ്ങാൻ അങ്ങോട്ട് തുടങ്ങുകയാണ്. അന്നേരം അവിടെ രാഘവൻ നായരും ഭാമയും പിന്നെ പൊന്നിയും രോഹിത്തും ശ്യാമയും ഒക്കെ ഉണ്ട്. എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ ഒരു നിമിഷം നിൽക്കുന്ന സത്യഭാമയാണെങ്കിൽ വിഷ്ണുവിൻ്റെ ബാഗ് അങ്ങോട്ട് വാങ്ങിക്കുകയാണ്. എന്നിട്ട് വിഷ്ണുവിൻ്റെ ബാഗ് വാങ്ങിച്ചിട്ട് അത് തുറന്നു നോക്കുന്നുണ്ട്. തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് വിഷ്ണുവിൻ്റെ സാധാ ഡ്രസ്സ്, സ്പ്രേ, പിന്നെ കുറേ പൈസ, ഇതൊക്കെയാണ് ഭാമ അതിൽ കാണുന്നത്. തുടർന്ന് ഭാമ അവിടെ വിഷ്ണുവിനെ കൈയോടെ പിടിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നീ വേറെ താമസം മാറാനായിട്ട് ഉദ്ദേശത്തോടെയാണ് പോകുന്നതല്ലേ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് സമ്മതിക്കില്ല എന്നിങ്ങനെ ഭാമ പറയുന്നുണ്ട്. തുടർന്ന് ഈ സാധനങ്ങളൊക്കെ ആയിട്ടാണോ സന്യാസ ജീവിതത്തിന് പോകുന്നതെന്ന് ചോദിക്കുമ്പോഴവിടെ ബാക്കി ആർക്കും ഒന്നും കാര്യം മനസ്സിലാകുന്നില്ല. പക്ഷേ സത്യഭാമയ്ക്ക് അവിടെ കാര്യം പിടിയിട്ടുന്നുണ്ട്. അതെന്താണെന്ന് പിന്നെ സത്യഭാമ ഇങ്ങനെ ഓർമ്മിക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്. തലേ ദിവസം രാത്രിയാണെങ്കിൽ സുസ്മിത ഫോൺ വിളിക്കാനായിട്ട് നോക്കിയപ്പോൾ ശ്യാമയാണെങ്കിൽ വെള്ളം കോരി ഒഴിച്ച് ആ കോള് മുടക്കിയല്ലോ. അതിനുശേഷം രാത്രിയാണെങ്കിൽ സത്യഭാമ ഇങ്ങനെ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേയും ഈ സുസ്മിത വീണ്ടും ഇങ്ങനെ സുസ്മിതയാണെന്നല്ല അഭ്യുദയകാംക്ഷി എന്ന് പറഞ്ഞിട്ട് സത്യഭാമയെ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരമാണ് പറയുന്നത് വിഷ്ണു ഇങ്ങനെ താമസം മാറാൻ പോകുന്നു എന്നുള്ളൊരു നീക്കമുണ്ട് എന്നുള്ളത് അവിടെ സത്യഭാമയെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അതനുസരിച്ചാണ് ഭാമയുടെ വിഷ്ണുവിൻ്റെ ഈ കള്ളത്തരം കൈയോടെ പിടികൂടുന്നത്. അന്നേരം വിഷ്ണു ആണെങ്കിൽ ആകെ അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷെ അവിടെ രാഘവനാർക്കോ രോഹിത്തിനോ ശ്യാമയ്ക്കോ ഒന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല. അന്നേരം വിഷ്ണു ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ ഇവിടെ നിന്ന് പോകാനായിട്ട് സമ്മതിക്കില്ല എന്നിങ്ങനെ സത്യഭാമ പറയുമ്പോൾ ഞാൻ ഈ വീട്ടിൽ നിന്നും വേറെ വീട്ടിലേക്ക് താമസം മാറാൻ പോകുന്നത് എൻ്റെ ഭാര്യയോടൊപ്പമാണ് എന്നിങ്ങനെ സത്യഭാമയുടെ മുഖത്ത് നോക്കി എതിർത്ത് എനിക്ക് പോയേ പറ്റൂ എന്നിങ്ങനെയുള്ളൊരു ഉറച്ച വിശ്വാസത്തിൽ വിഷ്ണു പറയുകയാണ്. അന്നേരം സത്യഭാമ അങ്ങ് ഒരു നിമിഷം ഇല്ലാതായി പോവുകയാണ്. അന്നേരം ആ വിഷ്ണുവിൻ്റെ എതിർപ്പും ഭാവവും ദേഷ്യവും ഒക്കെ കണ്ടിട്ട് സത്യഭാമയാണെങ്കിൽ പെട്ടെന്ന് പിന്നെ റൂമിനകത്തേക്ക് കയറുന്നുണ്ട്. റൂമിനകത്തേക്ക് കയറി ഇങ്ങ് കഥ കടക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു നീക്കം കാണുമ്പോൾ രാഘവൻ നായരാണെങ്കിൽ ഒരു നിമിഷം പേടിക്കുന്നുണ്ട്. ഭാമ ഇനി മകൻ പോകുമെന്നുള്ളതാകുമ്പോൾ എന്തെങ്കിലും കൈവിട്ട് ചെയ്യുമോ, പണ്ടൊക്കെ ആണെങ്കിൽ പോയി തോക്കെടുത്തുകൊണ്ട് വരും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇത്ര വിഷമത്തിൽ ഭാമ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്നുള്ളൊരു ഉദ്ദേശം രാഘവൻ നായരുടെ മനസ്സിൽ തോന്നുകയാണ്. രാഘവൻ നായർ അത് വിഷ്ണുവിനോടും രോഹിത്തിനോടും ശ്യാമയോടും ഒക്കെ പറയുന്നുണ്ട്. ഇത്രയുമാണ് ആ പറയുന്ന സീൻ കാണിക്കുന്നില്ല. ഭാമ കയറി കഥ കടയ്ക്കുന്ന വരെയുള്ള സീനുകളാണ് കാണിക്കുന്നത്. സുസ്മിത ഫോൺ വിളിച്ച് പറയുന്നതും വിഷ്ണു ഇങ്ങനെ ഇറങ്ങാൻ പോകുന്നതും കാവ്യ വസ്ത്രമൊക്കെ ധരിച്ച് അതെല്ലാം ആ സീനുകളെല്ലാം കാണിക്കുന്നുണ്ട് പ്രൊമോയിൽ. അപ്പോൾ ഇത്രയുമാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിന് ശേഷമാണെങ്കിൽ സത്യഭാമ ആണെങ്കിൽ കഥ അടച്ച് നിൽക്കുമല്ലോ. അന്നേരം ഈ വിഷ്ണുവും എല്ലാവരും കൂടി ഇന്ന് കഥവിന് തട്ടുകയാണ്. അമ്മയെ തുറക്കുക എന്ന് പറഞ്ഞിട്ട് ഭാമയെന്നും പറഞ്ഞ് രാഘവൻ നായരും സത്യാമ്മയെന്നും പറഞ്ഞ് രോഹിത്തും ശ്യാമയും എല്ലാവരും ഒക്കെ ചേർന്ന് വിളിക്കുന്നുണ്ട്.
അവസാനം കുറച്ച് സമയത്തിന് ശേഷം സത്യഭാമയാണെങ്കിൽ വാതിൽ തുറക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം പറയുന്നുണ്ട്, ഇങ്ങനെ മകനില്ലാതെ സത്യഭാമയ്ക്ക് ജീവിക്കാൻ പറ്റില്ല, വിഷ്ണു കൈവിട്ട് പോകുമെന്നുള്ളതൊക്കെ ആകുമ്പോൾ ഭാമയ്ക്ക് ആകെപ്പാടെ വിഷമമാണ്. പക്ഷേ വീണ്ടും ശാലിനിയെ കൊണ്ടുവരാം എന്നുള്ളത് അവിടെ ഭാമ വീണ്ടും അവിടെ സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും ശാലിനിയെ വിളിച്ചുകൊണ്ട് വരാമെന്നുള്ളൊരു ഇതിൽ സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ആലോചിക്കട്ടെ എന്നുള്ള രീതിക്കാണ് പറയുന്നത്. തുടർന്നാണെങ്കിൽ വിഷ്ണു ആണെങ്കിൽ പിന്നെ ശാലിനിയുടെ വീട്ടിലേക്ക് അവിടെ അതേ സമയവും ശാലിനി കാത്തിരിക്കുകയാണ്, ഇങ്ങനെ ബാഗൊക്കെ ആയിട്ട് കാത്തിരിക്കുകയാണ്. അന്നേരം നമുക്ക് കാത്തിരിക്കാമല്ലേ അമ്മയെന്നും പറഞ്ഞ് വീണ്ടും അവർ വിഷ്ണു വരുന്നത് നോക്കി ശാലിനി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. തുടർന്ന് കുറേ സമയം കഴിയുമ്പോൾ ശാലിനിക്ക് മനസ്സിലാകുന്നുണ്ട് വിഷ്ണു വരില്ല എന്നുള്ളത്. അന്നേരം സത്യഭാമ വിട്ടില്ല എന്നുള്ളതാകും കാരണം എന്നുള്ളതും ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്നോ ഒക്കെ ആവുമെന്നുള്ളത് ശാലിനിക്ക് വീണ്ടും മനസ്സിലാവുകയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ വീണ്ടും ഇവിടേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം അവിടേക്ക് ചെല്ലുമ്പോൾ വീണ്ടും ശാലിനി വിഷ്ണുവിനോട് വഴക്കുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. വഴക്കുണ്ടാക്കുകയല്ല, മനസ്സിലുള്ള വിഷമങ്ങൾ ശാലിനി അങ്ങ് പറയുകയാണ് ചെയ്യുന്നത്. വീണ്ടും ആശ തന്നിട്ട് വീണ്ടും കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല, വിഷ്ണുവിനാണെങ്കിൽ അമ്മയെ എതിർത്തൊന്നും ചെയ്യാനും സാധിക്കില്ല എന്നുള്ളത് എന്ന് വെച്ചാൽ ഇനി ഇങ്ങനെയുള്ള ആഗ്രഹം തരരുത് എന്നുള്ളൊരു ഉദ്ദേശത്തിലും ശാലിനി ഇങ്ങനെ കടുത്ത് സംസാരിക്കുമ്പോൾ വിഷ്ണുവിനാകെപ്പാടെ അങ്ങ് വിഷമമാവുകയാണ് ചെയ്യുന്നത്. തുടർന്ന് വിഷ്ണു അവിടെ നിന്ന് ഇറങ്ങി പോരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തിരികെ വന്നതിന് ശേഷമാണ് സത്യഭാമ പറയുന്നത് ശാലിനിയെ വീട്ടിലേക്ക് ക്ഷണിക്കാമെന്നുള്ളത്. അത് ശ്യാമയുടെയും രോഹിതിൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ പോവുകയാണ് ചെയ്യുന്നത്. വിഷ്ണുവിനോടൊപ്പമാണ് സത്യഭാമ പോകുന്നതുമൊക്കെ, വിളിക്കാനായിട്ട് കുടുംബശ്രീ വീട്ടിലേക്ക് പോകുന്നതൊക്കെ. പക്ഷേ വിഷ്ണു ആണെങ്കിൽ അകത്തേക്ക് കയറില്ല. പിന്നെ ശാലിനി അങ്ങനെ ദേഷ്യപ്പെട്ടതുകൊണ്ട് വിഷ്ണു വാതിൽക്ക് നിൽക്കത്തേ ഉള്ളൂ. ഭാമയാണ് ആദ്യം പോകുന്നത്. പക്ഷേ ഭാമ സംസാരിച്ച് വരുമ്പോൾ വീണ്ടും ശാലിനിയോടങ്ങ് ദേഷ്യമാകും, വഴക്കിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷേ പിന്നീട് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ വിഷ്ണുവിൻ്റെ ആ ഒരു വിഷമം കണ്ടിട്ട് വീണ്ടും അകത്ത് പോയി സത്യഭാമ പിന്നെ എല്ലാവരെയും ശാരദാമ്മയെയും പിന്നെ ശാലിനിയെയും കൂടി അവിടത്തേക്ക് വിളിക്കുകയാണ് ചെയ്യുന്നത്. വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വരണമെന്നുള്ളത് പറയുകയാണ് ചെയ്യുന്നത്. തുടർന്ന് അവർ സമ്മതിക്കും വരാമെന്നുള്ളതൊക്കെ വിഷ്ണുവിനോടും പറയും അവർ വരുമെന്നുള്ളത്. അതിന് ശേഷമാണ് ഈ സത്യഭാമ വന്നു പോയതിന് ശേഷമാണ് സുസ്മിത വീണ്ടും വിളിക്കുന്നതും സുസ്മിതയെ കാണാനായിട്ട് ശാലിനി പോകുന്നതും. അവിടെ വെച്ച് സുസ്മിതയെ കയ്യോടെ ശാലിനി പിടികൂടുകയൊക്കെ ചെയ്യും. പക്ഷേ ഇവർ ഈ രണ്ടുപേരും തമ്മിൽ കാണുന്നത്, സുസ്മിതയും ശാലിനിയും തമ്മിൽ കാണുന്നതും ഈ പപ്പിയുടെ കാര്യമൊക്കെ സംസാരിക്കുന്നത് വേറൊരാളൊരു വീഡിയോയിൽ ഷൂട്ട് ചെയ്യും. അതൊരു തെളിവിന് വേണ്ടി എന്നോളമാണ് സുസ്മിത ഷൂട്ട് ചെയ്യിക്കുന്നത്. അവിടെ വെച്ച് അന്നേരം സുസ്മിതയെ ഒന്നും ചെയ്യാനായിട്ട് ശാലിനിക്ക് സാധിക്കില്ല. പക്ഷേ പിറ്റേന്ന് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വീട്ടിലേക്ക് വരുമ്പോൾ ശാലിനി അങ്ങ് സ്നേഹത്തോടു കൂടിയാണ് സത്യഭാമ സ്വീകരിക്കുന്നതൊക്കെ. വീണ്ടും ആഭരണങ്ങളും സാരിയൊക്കെ കൊടുക്കും. സത്യഭാമ തന്നെ ശാലിനി അണിയിച്ചൊരുക്കുന്ന സീനൊക്കെ ഉണ്ട്. പൂവൊക്കെ വെച്ച് കൊടുക്കും. തൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല വരെ ഊരി പിന്നെ ശാലിനിക്ക് ഇട്ട് കൊടുക്കും. പക്ഷെ അന്നേരവും ശാലിനിക്ക് ആകെ ടെൻഷനാണ്, ഈ വീഡിയോയുമായിട്ട് സുസ്മിത വരുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ ആ ശാലിനിയുടെ പേടി പോലെ തന്നെ സുസ്മിത വരും. പക്ഷേ അവിടെ സുസ്മിതയ്ക്ക് മുകളിൽ ശാലിനി കളിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു IAS ബുദ്ധി ശാലിനിയുടെ കാണിക്കും. ആ ഒരു വീഡിയോ സത്യഭാമയെ കാണിക്കാനായിട്ട് പിന്നെ സുസ്മിതയ്ക്ക് സാധിക്കില്ല. അതൊക്കെ നല്ല എപ്പിസോഡുകളാണ്. അതൊക്കെ ഇനി അടുത്തടുത്ത എപ്പിസോഡുകൾ തന്നെയാണ്. ഇതൊക്കെ നമുക്ക് കാണാം. ഇത്രയുമാണ് കുറച്ച് എപ്പിസോഡിലെ വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.